വിശദമായ വാർത്തകൾ നോക്കാം. കേരള കോൺഗ്രസിലെ സീറ്റ് തർക്കം പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നീക്കം തുടരുന്നു. പി.ജെ. ജോസഫും മോൻസ് ജോസഫും കന്റോൺമെന്റ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. വിശദാംശങ്ങൾ നൽകാൻ ദിനകർ ചേരുകയാണ്. ദിനകർ, കേരള കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാണിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ അവസാനിച്ച സാഹചര്യത്തിൽ പി.ജെ. ജോസഫ് നടത്തുന്ന കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? കൃഷ്ണ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായുള്ള പി.ജെ. ജോസഫിന്റെ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം MLA ഹോസ്റ്റലിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിലെ പ്രതിസന്ധി പൊട്ടിത്തെറികൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംയമനം പാലിക്കണം എന്ന ഒരു ആവശ്യമാണ് മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയും ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വച്ചത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ വലിയ രീതിയിൽ ബാധിക്കും, വിജയത്തെ ബാധിക്കും, പലയിടങ്ങളിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന വസ്തുത പി.ജെ. ജോസഫിനെ ബോധ്യപ്പെടുത്താനാണ് ഇരുവരും ശ്രമിച്ചത്. നിലവിൽ കേരള കോൺഗ്രസ് മാണി KM മാണി കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശമാണ്, എന്നൊരു അഭ്യർത്ഥനയാണ് ഇരു നേതാക്കളും വച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു ചില ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വന്നത് കോട്ടയം UDF കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ഇടുക്കി സീറ്റ് മാണി ഗ്രൂപ്പിന് കൊടുക്കുക എന്നുള്ള ഒരു ഫോർമുലയായിരുന്നു ഉരുത്തിരിഞ്ഞ് ചർച്ചകളിൽ സജീവമായത്. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് LDF കടന്ന പശ്ചാത്തലത്തിൽ UDF-നുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പോലും അല്ലെങ്കിൽ സീറ്റ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിനിടയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിലെ പ്രശ്നം UDF മുന്നണിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. മുന്നണിയുടെ മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ പ്രശ്നം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പി.ജെ. ജോസഫ് എന്തായിരിക്കും ഇനി നിലപാട് സ്വീകരിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം UDF വിടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത്. UDF-നുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിളർപ്പിലേക്ക് പോയാൽ അത് കൂറുമാറ്റം എന്ന പ്രശ്നത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് അന്തിമമായിട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുന്നോട്ട് വച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംയമനം പാലിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കണം എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിലപാട് മുന്നോട്ട് വച്ചത്. അത് എത്രത്തോളം സ്വീകാര്യമായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും പി.ജെ. ജോസഫ് താൻ അപമാനിക്കപ്പെട്ടു എന്ന കടുത്ത വിചാരത്തിൽ തന്നെയാണ് പോകുന്നത്. ഒരു രീതിയിലും മാണിയുമായി ഇനി യോജിച്ചു പോകാൻ കഴിയുകയില്ല എന്ന നിലപാടും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് എന്ത് നിലപാട് ആയിരിക്കും ഇനി പി.ജെ. ജോസഫ് സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. തീർച്ചയായും ദിനകർ, പി.ജെ. ജോസഫ് തന്റെ നീരസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാണിയേക്കാൾ സ്വീകാര്യൻ അല്ലെങ്കിൽ പ്രിയങ്കരൻ പി.ജെ. ജോസഫ് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ കൊണ്ട് പി.ജെ. ജോസഫിന് ലഭിച്ചേക്കാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് വിജയം നേടിയ സീറ്റാണ്. അവിടെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ച് ബഹുദൂരം മുന്നിലായ സാഹചര്യത്തിൽ നിലവിലെ ഒരു സാഹചര്യം എത്രത്തോളം UDF-ന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്? UDF നേതൃത്വം ഇനി മുന്നോട്ട് ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാകും നടത്തുക? ക്രിസ്ത്യന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. മുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുള്ളിലെ UDF-ന്റെ ഘടകകക്ഷിയാണെങ്കിൽ കൂടിയും അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇടപെടാൻ കോൺഗ്രസ് നേതൃത്വം എത്രത്തോളം തയ്യാറാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. സ്വാഭാവികമായും KM മാണി തോമസ് ചാഴികാടനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും
ഊർജിതമായി നടത്തുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇനി PJ ജോസഫിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുക എന്നത് സ്വാഭാവികമായും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇനി ജോസഫ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് വളരെ പ്രസക്തമായ ചോദ്യം. അദ്ദേഹം മുന്നണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിടണം, അല്ലെങ്കിൽ PJ ജോസഫിന്റെ പഴയ ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന വാദത്തിന് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ പിൻബലമേറി വരികയാണ്. അത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന നിലപാടിലേക്ക് ആണ് നേതൃത്വം ഉള്ളത്. എന്നാൽ അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിന് മുൻപ് അത് പ്രായോഗികമാകും, കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്ന വിഷയം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. PJ ജോസഫിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്തോറും ഈ പ്രശ്നം ഇങ്ങനെ തുടർന്നാൽ അത് UDFന്റെ വിജയ സാധ്യതയ്ക്ക് കോട്ടം തട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. പല സീറ്റുകളിലും വലിയ തിരിച്ചടി UDFന് നേരിടേണ്ടി വരും എന്ന സാഹചര്യവുമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. അത് എത്രത്തോളം ഫലവത്താകും എന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം PJ ജോസഫിന്റെ തന്നെയായിരിക്കും. അദ്ദേഹം എന്ത് നിലപാട് കൈക്കൊള്ളും എന്നത് സംബന്ധിച്ചായിരിക്കും ഇതിൽ തുടർ ചലനങ്ങൾ ഉണ്ടാവുക. അത് UDFന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം ആശ്വാസമാകും, അല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഭവിക്കുക എന്നത് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുകയില്ല. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ LDF പ്രചരണ രംഗത്ത് ശക്തമായി മുന്നേറുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ രംഗത്തിറങ്ങി പ്രചരണ രംഗത്തേക്ക് കടക്കാൻ UDFന് ഒറ്റക്കെട്ടായി മുന്നേറാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തമാണ് ദിനകർ. കേരള കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ PJ ജോസഫ് ഉമ്മൻചാണ്ടിയുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തി. UDF നേതാക്കൾ കൂട്ടായി ആലോചിച്ച് ഒരു പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും PJ ജോസഫ് പ്രതികരിക്കുകയുണ്ടായി. വിശദാംശങ്ങൾ നൽകിയത് ദിനകറാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. സാമുദായിക ധ്രുവീകരണത്തിനിടയാകും വിധം മതത്തെയോ ദൈവത്തെയോ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് CEO വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയത്തിനും ഇത് ബാധകമാകുമോ എന്നതിനെതിരെ UDFും BJPയും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങൾ അടക്കം യോഗം ചർച്ച ചെയ്യും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ ഡോക്ടർ K വാസുകിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സർവീസ് സംഘടനകളുടെയും യോഗവും ഇന്ന് ചേരും. സമൂഹമാധ്യമങ്ങളിലെ അപകീർത്തികരമായ പോസ്റ്റുകൾക്കെതിരെ വീണ ജോർജ് MLA സൈബർ സെല്ലിൽ പരാതി നൽകി. റാന്നി അയിരൂർ സ്വദേശിനിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വീണ ജോർജ് MLAക്കെതിരെയും DYFIക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതി അജിൻ റജി മാത്യുവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ വ്യാജ പ്രചരണം നടന്നത്. PJ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. വടകര പാർലമെന്റ് മണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ ആവേശം പകരുന്നതായി LDF കൺവെൻഷൻ. കോട്ടപ്പറമ്പിൽ ചേർന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് BJPയുടെ വില കുറഞ്ഞ തന്ത്രമാണ്. കേരള കോൺഗ്രസിനെ പിളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. PJ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. PJ ജോസഫിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റിനാണ് സീറ്റില്ലാത്തത്. ജോസഫ് എന്തിനാണ് ഇനിയും ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം? ഒരു സീറ്റ് ചോദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം വേറെ പാർട്ടിക്കാരനല്ലല്ലോ PJ ജോസഫ്. അദ്ദേഹം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ PJ ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ പിളർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിളർക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത്. അത് PJ ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ UDFനകത്താകെ തമ്മിലടിയും സംഘർഷവുമായതുകൊണ്ട് സീറ്റ് വചനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല.
കോൺഗ്രസ് ജയിക്കാതെയും BJPയെ തോൽപ്പിക്കാമെന്ന് 2004 തെളിയിച്ചതായി കോടിയേരി ഓർമ്മിപ്പിച്ചു. വലിയ അക്രമത്തിനിരയായ ആളാണ് P. ജയരാജൻ. എന്നിട്ടും നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത്. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി എന്നത് കോലി ബി സഖ്യത്തിന്റെ പുതിയ രൂപമാണെന്നും കോടിയേരി പറഞ്ഞു. എന്തൊക്കെ നുണപ്രചാരണങ്ങൾ നടന്നാലും ജനങ്ങളുടെ കോടതി സത്യസന്ധമായി വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥി P. ജയരാജൻ പറഞ്ഞു. മന്ത്രിമാരായ KK ശൈലജ, TP രാമകൃഷ്ണൻ, MLA മാരായ CK നാണു, AN ഷംസീർ, EK വിജയൻ, LDF നേതാക്കളായ MV ശ്രേയംസ്കുമാർ, സത്യൻ മൊഗേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ 2923 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലും ഗൾഫിലുമായി 4,35,142 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ. ഈ മാസം 28-നാണ് പരീക്ഷ അവസാനിക്കുക. SSLC, THSLC, AHSLC എന്നീ പരീക്ഷകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. 2,22,527 ആൺകുട്ടികളും 2,12,615 പെൺകുട്ടികളുമടക്കം 4,35,142 വിദ്യാർത്ഥികളാണ് ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. കേരളത്തിൽ 2,923 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലും 9 പരീക്ഷാ കേന്ദ്രങ്ങളും. ഗൾഫ് മേഖലയിൽ 495 കുട്ടികളും ലക്ഷദ്വീപിൽ 682 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 27,436 പേർ. എടരിക്കോട് PKMMHSലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്, 2,411 പേർ. കേരളത്തിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് 1,42,033 വിദ്യാർത്ഥികളും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് 2,62,125 വിദ്യാർത്ഥികളും ഇത്തവണ പരീക്ഷ എഴുതും. 28-ാം തീയതിയാണ് പരീക്ഷ സമാപിക്കുക. വേനൽ ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളം അടക്കമുള്ള സൌകര്യങ്ങൾ കുട്ടികൾക്കായി പരീക്ഷാ ഹാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി ഏപ്രിൽ 5 മുതൽ മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 5-ന് ആരംഭിച്ച് ഏപ്രിൽ 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25 മുതൽ മെയ് 2 വരെയായും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കില്ല. റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായാണ് നീക്കം. ചില സീറ്റുകളിൽ മഹാസഖ്യത്തിനു വേണ്ടി നീക്കുപോക്കുകൾക്കും കോൺഗ്രസ് തയ്യാറാകിയേക്കും. കോൺഗ്രസുമായി സഖ്യമില്ലെങ്കിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് SP BSP മഹാസഖ്യം തീരുമാനിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും തീരുമാനത്തിന് പ്രത്യുപകാരം ചെയ്യാൻ കോൺഗ്രസും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആലോചന. ഇപ്പോൾ വെള്ളാപ്പള്ളി കൊല്ലത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേക്ഷണത്തിൽ എന്തുമാത്രം സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് കൂടുതൽ നേടിയത് കുമ്മനവും ദിവാകരനുമാണ്. ആ കുമ്മനവും ദിവാകരനും സാധാരണക്കാരൻ്റെ ഇടയിൽ ഒരുപാട് ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ജീവിച്ച് അവിടെ പ്രവർത്തിക്കുന്ന, അല്ല ഈ നാട്ടിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന 2 മഹൽ വ്യക്തികളാണ്. അങ്ങനെ അവർക്ക് 2 രീതിയിലുള്ള കരുത്തുകളുണ്ട്. അങ്ങനെ 3 ത്രികോണ മത്സരം ശക്തന്മാരായ മിടുക്കന്മാരായ അതിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആരെങ്ങനെ കടന്നു പോകുമെന്ന് പ്രവചിക്കുവാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് നേരി. മത്സരിക്കാൻ പോകുന്നുള്ളൊരു വാർത്തകളൊക്കെ വരുന്നു. അഭിപ്രായം താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? അത് അതൊക്കെ ചാനലിൽ പറയേണ്ടതാണ്. മര്യാദ ഞങ്ങളുടെ ഒരു അച്ചടക്കമുള്ളൊരു സംഘടനയാണിത്. ഈ അച്ചടക്കമുള്ള സംഘടനയിൽ പ്രത്യേകിച്ച് ഞാൻ അച്ചടക്ക ലംഘനം ഞാൻ കാണിക്കുന്നത് ശരിയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേ, അത് ആദ്യം ഞാൻ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനകത്ത് ഞാൻ എന്ത് പറയും, പുറത്തെന്ത് ഞാൻ അങ്ങനെ പറയും, അതൊന്നും പ്ലീസ് അത് എന്നോടൊന്ന് ചോദിക്കരുത്. അത് ശരിയല്ല, മാന്യമല്ല. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. താൻ പെറ്റ മക്കളും തന്നോളമായ താനെന്ന് വിളിക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ തന്നെ എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയമുള്ള അവരവരുടെ വിശ്വാസത്തിൽ പോകാൻ ഞങ്ങൾ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ചേർത്തലും താമസിക്കുക, അവൻ ആലപ്പുഴ എന്നെ എറണാകുളം താമസിക്കുന്നു. അവരവരുടെ അഭിപ്രായം അനുസരിച്ച്, രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് വയ്ക്കോളാം.
പക്ഷെ അത് ഞാൻ തടസ്സകരമായില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതായത് SNDP യോഗത്തിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരാളെന്നല്ല, നിങ്ങൾ ഒരാളെടുത്ത് പറയണം. ആരും SNDP യോഗത്തിന്റെ ഭരണഭാരവാഹിത്വത്തിൽ നിന്ന് മത്സരിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആദ്യം പറയും, ഇനിയും പറയും, നാളെയും പറയും. അതുകൊണ്ട് ആ വിഷയം എടുത്തിട്ട് നിങ്ങൾ വലിയ ചർച്ച ചെയ്ത് വിഷയം ഉണ്ടാകാൻ നോക്കണ്ട. സെക്രട്ടറി കൗൺസിലാണ് തീരുമാനമെടുക്കുന്നതെന്ന്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. കൗൺസിൽ അംഗീകാരം കൊടുക്കുകയാണ്, മത്സരിക്കാൻ കൊടുക്കുകയാണ്. അപ്പൊ സെക്രട്ടറി അതിനെ അനുകൂലിക്കും. അത് അപ്പം ആലോചിക്കും. ഇപ്പൊ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ എന്നെ വെറും ഇന്റർനാഷണൽ പോഴാക്കാതെ വേറെ വല്ല വിഷയം. തൃശ്ശൂർ മത്സരിച്ചതിന് സാധ്യതയുണ്ടോ? തൃശ്ശൂരാ ജയിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടതല്ല. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് എത്ര വോട്ട് കിട്ടിയത്? 1,02,000. പിന്നെ കോൺഗ്രസ് കിട്ടിയത് ജയിച്ച ആളിന് 3.5 ലക്ഷം. കോൺഗ്രസ് കിട്ടിയത് 3,40,000. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി ജയിക്കാൻ സാധ്യത ഉണ്ടോന്ന്. തൃശ്ശൂർ മണ്ഡലത്തിലെ കണക്കൊക്കെ സെക്രട്ടറി എടുത്തു. അത് മാത്രമല്ല, വേറെ ഒരിടത്തും ഞാൻ ചോദിച്ചാൽ പറയാൻ. ആലപ്പുഴ പറഞ്ഞില്ലേ ഞാൻ. അല്ല, വിജയസാധ്യത കേരളത്തിൽ എത്ര പാർട്ടിയിലുണ്ട്? തൃശ്ശൂർ മാത്രമല്ല, BJPക്ക് കേരളത്തിൽ എത്ര പാർട്ടിയിൽ വിജയസാധ്യതയുണ്ട്? എത്രയുണ്ട്? നല്ലൊരു മത്സരം വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കുമ്മന ത്രികോണ മത്സരത്തിൽ ആരെ എങ്ങനെ പിടിച്ചു മാറ്റുന്നു അതനുസരിച്ച് ഇനിയത്തെ പ്രവചിക്കാൻ സാധിക്കില്ല. വല്ലതും അത്ഭുതം സംഭവിച്ചാൽ അദ്ദേഹം കടന്നുകൂടിയാൽ അതൊരു മഹാഭാഗ്യം, അതൊരു റിസ്ക്കാണ്. അത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ സവർണ വോട്ടുകൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അത് കൂടുതൽ സ്പ്ലിറ്റ് ചെയ്താൽ അല്ലൂരിൻ്റെ ഇടയിലൂടെ ദിവാരം ചിലപ്പോൾ കടന്നു പോകും. അതാണ് വേറൊരു പ്രത്യേകത. കാരണം ഇവർ രണ്ടുപേരും സവർണ വോട്ടുകൾ പിടിച്ചു മാറ്റുന്നവരാണ്. ആ പിടിച്ചു മാറ്റുമ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. അങ്ങനെ പലതും പല ഘടകങ്ങളും ചേർന്നു. അതുകൊണ്ട് ആര് എങ്ങനെയെന്ന് പറയും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങുന്ന ഏക പാർട്ടി. അത് നിങ്ങൾക്ക് സംശയമുണ്ടോ? അതാ ഞാൻ സത്യം പറഞ്ഞാല്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുക, കോൺഗ്രസ് കിട്ടുക, മായാവതിക്ക് കിട്ടുക. ഇവിടെ സർവേ തന്നെ നിങ്ങളുടെ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ഒരു സിംഗിൾ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ MP-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് BJPക്ക് മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് BJPക്ക് ഇന്ത്യ ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന സിംഗിൾ പാർട്ടി BJP ആയിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തന്റെ അഭിപ്രായങ്ങൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭാരവാഹികൾ ആരും മത്സരിക്കേണ്ട എന്നാണ് തന്റെ താല്പര്യമെന്നും അത്തരത്തിൽ മത്സരിക്കണമെങ്കിൽ ഭാരവാഹിത്വം രാജിവെച്ച ശേഷമാകാമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ ആരിഫ് ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റു വാർത്തകൾ നോക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഗുജറാത്തിൽ കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJP-യിൽ ചേരുന്നു. ഒരാഴ്ചക്കിടെ BJP-യിലെത്തിയത് കോൺഗ്രസിന്റെ 3 MLA-മാരാണ്. ഒരു മാസത്തിനിടെ 4 പേരും. ഇതുവരെ 5 MLA-മാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJP-യിൽ ചേർന്നു. ഗുജറാത്തിൽ ഇത് കാലുമാറ്റത്തിന്റെ കാലം. അധികാരവും പദവിയും മോഹിച്ച കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJP-യിൽ ചേക്കേറുന്നു. മാനവന്തർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച മുതിർന്ന നേതാവ് ജവഹർ ചാവ്ദ 8-ാം തീയതി BJP-യിൽ ചേർന്നു. 9-ാം തീയതി ഗുജറാത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അഹിർ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് ചാവ്ദ. അന്നേ ദിവസം തന്നെ ദംഗ്ര MLA പുരുഷോത്തം സബരിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നു. ഇറിഗേഷൻ അഴിമതി കേസിൽ ഒക്ടോബർ മാസം അറസ്റ്റിലായ സബരിക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജാമ്യം ലഭിച്ചത്. ഇതിനു പിന്നാലെ അദ്ദേഹം BJP-യിലെത്തി. ഗുജറാത്തിലെ വിജയ് രൂപാണി സർക്കാർ അഴിമതി കേസ് നിർത്തിവെക്കുകയും ചെയ്തു. OBC വിഭാഗത്തിൽപ്പെട്ട സാത്തുര സമുദായത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ജാംനഗർ റൂറൽ MLA വല്ലഭ് ധാരാവിയ. 3 ദിവസം മുമ്പ് ധാരാവിയയും BJP-യിൽ ചേർന്നു. മെഹ്സാന ജില്ലയിലെ ഉജ്ഹ മണ്ഡലത്തിലെ കോൺഗ്രസ് MLA ആശാ പട്ടേലും BJP പാളയത്തിലെത്തിയതോടെ ആകെ 5 MLA-മാർ കാവിക്കൊടിക്കീഴിലായി. കൂറുമാറ്റച്ചട്ടം മറികടക്കാൻ നിയമസഭാ സ്ഥാനാർത്ഥിത്വം MLA-മാർ രാജിവെക്കുന്നതോടെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും BJP ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് MLA-മാർ 71 ചുരുങ്ങി.
BJPയുടെ വാഗ്ദാനങ്ങൾ തള്ളിക്കളയാൻ MLAമാർക്ക് കഴിയാത്തത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെയും പരിഭ്രാന്തിയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. തിരുനക്കരയിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ കോട്ടയം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ പ്രചരണത്തിന് മുന്നിലാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നാൾ മുതൽക്കേ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി. അതിനിടയിലാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരുനക്കരയിൽ ഔദ്യോഗിക തുടക്കമായത്. മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കാനം രാജേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയമായ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടായില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ കൺവെൻഷനായിരുന്നു തിരുനക്കരയിലേത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ, സ്ഥാനാർത്ഥി VN വാസവൻ, LDF നേതാക്കളായ സ്കറിയ തോമസ്, ബിജിലി തോമസ്, AV റസൽ, മണി സി കാപ്പൻ, സാബു മുരിക്കുവേലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന് തകർച്ച സംഭവിക്കുന്നതെന്ന് SRP. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു SRP. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാജ്യത്തൊട്ടാകെയായി VVPAT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സമ്മതിദായകർ അവരുടെ വോട്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണത്തിനായി വോട്ട് വണ്ടിയുടെ പര്യടനം തുടരുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും പരിചയപ്പെടുത്തുന്നതിനുള്ള സൗകര്യം വാഹനത്തിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാജ്യത്തൊട്ടാകെയായി VVPAT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സമ്മതിദായകർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയും VVPATനെയും സമ്മതിദായകർക്ക് പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടിയുടെ യാത്ര നിയമസഭ മണ്ഡലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർ ആദ്യമെത്തുന്നത് EVM എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടുത്താണ്. ഈ മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് വോട്ടർമാർക്ക് നേരിൽ ബാലറ്റായി VVPATൽ കാണാൻ സാധിക്കും. 7 സെക്കൻഡ് മാത്രമാകും ഇത് കാണാൻ സാധിക്കുക. തുടർന്ന് അവ VVPAT മെഷീനിൽ സൂക്ഷിക്കും. ഇക്കാര്യങ്ങളെല്ലാം വോട്ട് വണ്ടിയിലെത്തുന്നവർക്ക് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിച്ചു നൽകും. VVPAT എന്ന ഈ ഒരു സംവിധാനത്തെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് അവബോധം ഈ മെഷീനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ക്ലാസ് പോലെ ഇതിനെപ്പറ്റി വിശദീകരിച്ച് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മുഴുവൻ ജനങ്ങളെ ഈ സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഈ വോട്ട് വണ്ടിക്കുണ്ട്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പരിപാടിയുടെ ഭാഗമായാണ് വോട്ട് വണ്ടിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഓരോ മേഖലകളിലും എത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ വോട്ടർമാരെയും അവരുടെ സമ്മതിദാനാവകാശം അത് എത്രത്തോളം വിലയേറിയതാണ് എന്നുള്ള കാര്യം ഈ വോട്ട് വണ്ടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം ഷീജ. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കാളികളായി. നരേന്ദ്രമോദിയും BJPയും ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ശക്തമായ ജനവിധിയാണ് ഉണ്ടാകേണ്ടതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. ആയിരക്കണക്കിന് LDF പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖ വ്യക്തികളും കൺവെൻഷനിൽ സംബന്ധിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. LDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും
കൺവെൻഷനിൽ പങ്കെടുത്തു. നരേന്ദ്രമോദിയും BJPയും ഇനിയൊരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ജനവിധി ഉണ്ടാകുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. NDAയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇനി ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം. LDFും ജനങ്ങളും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. എന്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നെ ഏൽപ്പിച്ച ഈ ചുമതല ആത്മാർത്ഥമായും സത്യസന്ധമായും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ ആദ്യം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുക. P കരുണാകരൻ MP ഉൾപ്പെടെയുള്ള LDF സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രസംഗിച്ചു. TV രാജേഷ് MLA സ്വാഗതം പറഞ്ഞു. AV രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ചെയർമാനും TV രാജേഷ് MLA കൺവീനറുമായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. LDF കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് വോട്ടഭ്യർത്ഥിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ LDF പ്രവർത്തകർ റോഡ് ഷോ നടത്തി. KP സതീഷ് ചന്ദ്രന്റെ ഉജ്ജ്വല വിജയം പ്രഖ്യാപിക്കുന്നതായി മാറി കാഞ്ഞങ്ങാട്ട് നടന്ന LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. അരയും തലയും മുറുക്കി സതീഷ് ചന്ദ്രന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപനവുമായാണ് പ്രവർത്തകർ കൺവെൻഷനിൽ നിന്നും പിരിഞ്ഞുപോയത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേരള കോൺഗ്രസ് പ്രശ്നങ്ങളിൽ ആടിയുലഞ്ഞ് UDF. PJ ജോസഫ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി. അല്പസമയത്തിനകം വീണ്ടും ഉമ്മൻചാണ്ടി, ചെന്നിത്തല, മുല്ലപ്പള്ളി എന്നിവരുമായി PJ ജോസഫ് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങൾ നൽകാൻ ദിനകർ ചേരുകയാണ്. ദിനകർ, കേരള കോൺഗ്രസിലെ നിലവിലെ പ്രതിസന്ധി വ്യക്തമാണ്. ഇരു വിഭാഗങ്ങളും, മാണി വിഭാഗവും ജോസഫ് വിഭാഗവും സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. അതേസമയം PJ ജോസഫ് പ്രതീക്ഷ വെക്കുന്നത് കോൺഗ്രസ് നേതാക്കളിലുമാണ്. ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചകളുടെ പുരോഗതി ഏതു തരത്തിലാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് PJ ജോസഫ് നേതാക്കളെ ധരിപ്പിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യന മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുമായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും PJ ജോസഫ് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം MLA ഹോസ്റ്റലിൽ തന്റെ ഒപ്പമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചയിലാണ്. തുടർന്ന് അല്പസമയത്തിനകം വീണ്ടും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നീ 3 പേരുമായി ഒരുമിച്ച് ചർച്ച നടത്തും. അല്പസമയത്തിനകം 3 പേരും ഒപ്പം ജോസഫും കണ്ടോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ചേരും. തുടർന്നായിരിക്കും ചർച്ചകൾ നടക്കുക. കോൺഗ്രസ് തങ്ങളുടെ ഭാഗം ഇക്കാര്യത്തിൽ വിശദീകരിക്കും. കോൺഗ്രസിന് സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സീറ്റ് സംബന്ധിച്ച സീറ്റിന്റെ കാര്യത്തിൽ അഭ്യന്തര കാര്യമായതിനാൽ അവർക്ക് ഇടപെടാൻ കഴിയുകയില്ല. KM മാണി തന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതേസമയം PJ ജോസഫ് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് മത്സരിക്കണം, പാർട്ടി വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലം, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയത്തെ സീറ്റ് തർക്കം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തർക്കം UDFിനെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം KPCC അധ്യക്ഷനും ചൂണ്ടിക്കാട്ടിയത്. അത് കോട്ടയത്ത് മാത്രമല്ല UDFിനെ ബാധിക്കുക, മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൽക്കാലം സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയില്ല. കാരണം തന്നെ ആ രീതിയിൽ അപമാനിച്ചു. പാർട്ടിയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടും തന്നെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ KM മാണി ഇടപെട്ടുകൊണ്ട് തന്റെ സീറ്റ് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് താനില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. എന്തായാലും തുടർന്നുള്ള ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല രൂപപ്പെടുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സ്വാഭാവികമായും UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും മുന്നോട്ട് വയ്ക്കാൻ സാധ്യത തെരഞ്ഞെടുപ്പ് വരെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുക,
അതല്ല എങ്കിൽ കോട്ടയത്ത് ഉൾപ്പെടെ മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇടുക്കി ഉൾപ്പെടെ എറണാകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF-ന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജോസഫിന്റെ തീരുമാനം, PJ ജോസഫിന്റെ തീരുമാനമാണ് അന്തിമമാവുക. എന്തായിരിക്കും അദ്ദേഹം തീരുമാനം കൈക്കൊള്ളുക എന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. എന്തായാലും അദ്ദേഹം മുന്നണി വിടില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ദിനകർ അത് തന്നെയാണ്, മുന്നണി വിടില്ല എന്ന് PJ ജോസഫ് വ്യക്തമാക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആൾ കൂടിയാണ്. തോമസ് ചാഴിക്കാടിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ഈ ചർച്ചകളൊക്കെ പൂർണ്ണമാകുമ്പോഴും PJ ജോസഫിന്റെ ഇനിയുള്ള നിലപാട് അത് എന്താകുമെന്നത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. എങ്കിൽ പോലും സീറ്റിൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ പോലും മുന്നണി വിടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങളെല്ലാം അംഗീകരിച്ച് മുന്നണിയിൽ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തന്നെയാണോ ഇപ്പോഴത്തെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, PJ ജോസഫിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏത് വിധേനയും PJ ജോസഫിനെ അനുനയിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ഗമതിയിൽ എത്തിക്കുക എന്നതാണ് നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ PJ ജോസഫ് തന്റെ ഉറച്ച നിലപാടിൽ നിന്നും പിന്നോക്കം പോകാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം നടക്കുന്ന മുതിർന്ന 3 നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതിന് ജോസഫ് കൂടി വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. തന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ, മത്സരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും അത് UDF നേതൃത്വം അംഗീകരിക്കുകയില്ല. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ദേശീയ തലത്തിൽ അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യം, ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു സീറ്റ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അത് പല തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം 3 പേരും PJ ജോസഫുമായുള്ള കൂടിക്കാഴ്ച നടക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ സാധ്യത ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം PJ ജോസഫിന് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി മോഹം ഉണ്ടാക്കിയത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളാണ് എന്നാണ് മാണി വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളും നമുക്ക് അറിയാവുന്നതാണ്. അതേസമയം തന്നെ കോട്ടയത്ത് CPM-ന്റെ വളരെ ശക്തനായ നേതാവാണ് രംഗത്തുള്ളത്. അദ്ദേഹം പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലുമാണ്. ഇപ്പോൾ തീർച്ചയായും ദിനകറിലേക്ക് തിരികെ വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ജേക്കബ് ജോർജ് ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, നിലവിലെ സാഹചര്യം അറിയാം. PJ ജോസഫ് പരസ്യമായി തന്നെ പാർട്ടി ചതിച്ചു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന തരത്തിൽ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. PJ ജോസഫിന്റെ ഒരു തീരുമാനം, ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ തീരുമാനം, അതെന്തായാലും വളരെ പ്രതിഫലനങ്ങൾ അത് കോൺഗ്രസിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നിലവിലെ കൂടിക്കാഴ്ചകൾ കൊണ്ട് PJ ജോസഫിനുണ്ടാകുന്ന ഗുണങ്ങൾ അത് ഏത് തരത്തിലാവാം? എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? എന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് ഇനി മാണിയും PJ ജോസഫും ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്ന പ്രശ്നമില്ല. അത് പിളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. രണ്ടുപേരും രണ്ടായി. ഇപ്പം ചിലർക്ക് ജില്ലാ പ്രസിഡന്റ് തന്നെ രാജിവെക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഒന്നായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് ഇനി ഈ പിളർപ്പിനെങ്ങനെ ഒരു സാധൂകരണം നൽകും എന്നുള്ളതായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വെല്ലുവിളി. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും 2 ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കാൻ, UDF-ൽ തന്നെ നിൽക്കാൻ ഒരു ധാരണ ഉണ്ടാക്കുക, അത് മാണിയെ കൊണ്ട് അംഗീകരിപ്പിക്കുക, അതായിരിക്കും കോൺഗ്രസിന്റെ മുമ്പിലുള്ള തൽക്കാലത്തെ ഒരു വെല്ലുവിളി. അത് സംബന്ധിച്ച ഒരു ചർച്ചയായിരിക്കും നടക്കുക. അങ്ങനെ രണ്ടാകുന്ന കേരള കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇടുക്കിയോ വല്ലതും കൊടുക്കും, അത് കോൺഗ്രസ് കൊടുക്കണം. ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യതകൾ ആണ് മുമ്പിലുള്ളത്. പക്ഷെ എത്ര കണ്ട് പ്രാവർത്തികമാണ്? മാണി അതിനോട് എങ്ങനെ പ്രതികരിക്കും? മാണിയെ കാര്യത്തിൽ എങ്ങനെ അനുനയിപ്പിക്കാനാവുമോ? ഇത്യാദി ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശ്രീ
ജേക്കബ് ജോർജ്, നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം. തോമസ് ചാഴിക്കാടിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ ഒരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് മാണിയേക്കാൾ പ്രിയങ്കരൻ പി ജെ ജോസഫുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാണി വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നതും കോൺഗ്രസിൽ പി ജെ ജോസഫിൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി മോഹം വളരെ പെട്ടെന്നുണ്ടാക്കിയത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് മാണി വിഭാഗം വിശ്വസിക്കുന്ന സാഹചര്യവും. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമല്ലേ പ്രതിസന്ധിയിലായിരിക്കുന്നത്? അതെ, പി ജെ ജോസഫിനെ എപ്പോഴും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സജീവമായ പിന്തുണയുണ്ട്. കഴിഞ്ഞ UDF-ൽ നിന്ന് കെ എം മാണി വിട്ടുപോയ ശേഷം കഴിഞ്ഞ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ എം മാണിയെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസിനെ വളരെയധികം സഹായിച്ചത് പി ജെ ജോസഫാണ്. ഒരു ഘട്ടം കഴിഞ്ഞാല് ഒരു പിളർപ്പിന് വരെ പി ജെ ജോസഫ് അന്ന് തയ്യാറായിരുന്നു. UDF-ൽ നിൽക്കുക, കെ എം മാണി പോകുന്നതിൽ പോട്ടെ എന്നുള്ള ഒരു സൂചനയൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് മാണി UDF-ൽ ചേർന്നു. ആ സമയത്താണ് ഇപ്പോൾ സീറ്റിന്റെ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതും ശരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്നെ ഒരു കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇതിന് കാരണം എന്ന് പറയാം. കാരണം പി ജെ ജോസഫുമായിട്ടുള്ള അടുപ്പം ജോസഫിന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ ജോസഫിന് ഇത്രയും പോയ സ്ഥിതിക്ക് കൈവിട്ടു പോയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് ജോസഫുമായിട്ടുള്ള ചർച്ചയിലും ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ എന്താണെങ്കിലും ആ ധാരണ എന്താണെങ്കിലും അത് കെ എം മാണി കൂടി അംഗീകരിക്കണം. ആ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. അതേസമയം ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ദിനകറിലേക്ക് ചേരുകയാണ്. ദിനകർ, കേരള കോൺഗ്രസിലെ ഭിന്നത പരിഹരിക്കാൻ വേണ്ടി നേരത്തെ UDF നേതൃത്വം പറഞ്ഞത് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്ന തരത്തിലായിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പി ജെ ജോസഫ് തന്നെ തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ച ശേഷം ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുമായും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായുമുള്ള 2 ഘട്ട കൂടിക്കാഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇനിയും അദ്ദേഹത്തിന്റെ പി ജെ ജോസഫിന്റെ നിലപാട് എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. ഇപ്പോൾ ഏത് തരത്തിലുള്ള ചർച്ചകളുടെ പുരോഗതിയെ ഏത് തരത്തിൽ വിലയിരുത്താം? ദിനകറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിലെ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള അനുരഞ്ജന ചർച്ചകൾ സജീവമായി തന്നെ തുടരുകയാണ്. രാവിലെ പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിയുമായി തലസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം കന്റോൺമെന്റ് ഹൌസിലെത്തി പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തി. പി ജെ ജോസഫ് തന്റെ നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പരസ്യമായി തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് പി ജെ ജോസഫ്. അതേസമയം തന്നെയാണ് മാണി വിഭാഗം തോമസ് ചാഴിക്കാടനെ കോട്ടയം സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്നതും എല്ലാ തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും. അതിനെ തുടർന്ന് തന്നെ തോമസ് ചാഴിക്കാടൻ പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്ത് പി ജെ ജോസഫ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. UDF നേതൃത്വം കൂട്ടായി ആലോചിച്ച് ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി ജെ ജോസഫ് നേരത്തെ പ്രതികരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിലെത്തി പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പി ജെ ജോസഫ് മുന്നണി വിട്ടേക്കുമെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടരുമ്പോഴും പി ജെ ജോസഫ് പ്രതികരിക്കുന്നത് താൻ ഏത് സാഹചര്യം വന്നാലും മുന്നണി വിടില്ല എന്ന പ്രതികരണത്തിലാണ് പി ജെ ജോസഫ് ഉള്ളത്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേക്ഷണം. നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിന് രാഷ്ട്രീയപരമായി അസ്തിത്വമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയും ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിക്കുന്ന ഒരു ജനവികാരത്തിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യമാർന്ന കൂട്ടായ്മ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു വൻ വിജയം നൽകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജനമനസ്സുകളിൽ ജീവിക്കാൻ സാധിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ഒരിക്കൽ കൂടെ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയും അതിജീവിക്കാൻ കോൺഗ്രസും UDF-ഉം സജ്ജമാണ് എന്നതിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വവും മനസ്സിലേറിക്കൊണ്ട് ഞാൻ കണ്ണൂരിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പോരാടുന്നു. ഒരിക്കൽ കൂടെ വിജയം കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കും. അതിന്റെ കാഹളമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഈ ആവേശ.
കണ്ണൂരിൽ കെ സുധാകരന് ലഭിച്ച സ്വീകരണത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ കോൺഗ്രസും UDFും സജ്ജമാണെന്നും ഒരു വിജയമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും കെ സുധാകരൻ പ്രതികരിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാകും വിധം മതത്തെയോ ദൈവത്തെയോ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് CEO വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയത്തിനും ഇത് ബാധകമാകുമെന്നതിനെതിരെ UDFും BJPയും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങൾ അടക്കം യോഗം ചർച്ച ചെയ്യും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ ഡോക്ടർ കെ വാസുകിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സർവീസ് സംഘടനകളുടെയും യോഗവും ഇന്ന് ചേരും. ജോസ് കെ മാണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേക്ഷണം. ഇതിനകത്ത് വേറെ ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് ശേഷം, പാർലമെന്ററി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ചയ്ക്ക് ശേഷം അതിന്റെ താഴെയുള്ള മണ്ഡലം കമ്മിറ്റികളെ വിളിച്ചൊരു അപഹാസ്യരാക്കി, അതൊരു കേട്ടുകഴിവില്ലാത്തതാണെന്നാണ് PJ ജോസഫ് സാറിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം. ഈ ഒന്ന് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു കൂട്ടി, ആ യോഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ഒരു തീരുമാനം എടുക്കാനുള്ള ബോഡിയല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിയാകുവാൻ PJ ജോസഫ് സാറ് ആഗ്രഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ ഒരു പ്രതികരണം, അത് നിങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ പ്രതികരണം വന്നു, പല ഇടങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതൊരു കീഴ്വഴക്കമാണ്. അവിടെ തന്നെ ആ ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം പ്രധാനമായും കോട്ടയം ലോക്സഭ മണ്ഡല നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംസ്ഥാന നേതാക്കന്മാരുടെ ചർച്ച നടത്തി, അവരുടെ ഡോക്യുമെന്റേഷൻ നടത്തി, അതിൻ്റെ ശേഷം എന്താണ് കൃത്യമായുള്ള താഴെത്തട്ടിലുള്ള വികാരം അതും മനസ്സിലാക്കാനുള്ള ചർച്ച നടത്തി. വളരെ ജനാധിപത്യപരമായ കാര്യങ്ങൾ ചെയ്തതാണോ തെറ്റായിപ്പോയത്? അപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാർലമെന്ററി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ജില്ലാ നേതൃത്വത്തെ വിളിച്ചു ചേർത്ത് ഇത്തരത്തിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയ സാഹചര്യം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു അദ്ദേഹം താഴെത്തട്ടിലെ വികാരം മാനിച്ചാണ് ഇത്തരത്തിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പ്രതികരിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ പോസ്റ്റുകൾക്കെതിരെ വീണ ജോർജ് MLA സൈബർ സെല്ലിൽ പരാതി നൽകി. റാന്നി അയരൂർ സ്വദേശിനിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വീണ ജോർജ് MLAക്കെതിരെയും DYFIക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതി അജിൻ റജി മാത്യുവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നത്. PJ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. വടകര പാർലമെന്റ് മണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ ആവേശം പകരുന്നതായി LDF കൺവെൻഷൻ. കോട്ടപ്പറമ്പിൽ ചേർന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് BJPയുടെ വില കുറഞ്ഞ തന്ത്രമാണ്. കേരള കോൺഗ്രസിനെ പിളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. PJ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. PJ ജോസഫിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റിനാണ് സീറ്റില്ലാത്തത്. ജോസഫ് എന്തിനാണ് ഇനിയും ആ പാർട്ടി നിൽക്കേണ്ട കാര്യം? ഒരു സീറ്റ് ചോദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ടി നിൽക്കേണ്ട കാര്യം വേറെ പാർട്ടിക്കാരനല്ലല്ലോ PJ ജോസഫ്. അദ്ദേഹം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ PJ ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ പിളർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിളർക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത്. അത് PJ ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ UDFിനകത്താകെ തമ്മിലടിയും സംഘർഷവുമായതുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ് ജയിക്കാതെയും BJPയെ തോൽപ്പിക്കാമെന്ന് 2004 തെളിയിച്ചതായി കോടിയേരി ഓർമ്മിപ്പിച്ചു. വലിയ അക്രമത്തിനിരയായ ആളാണ് P. ജയരാജൻ.
എന്നിട്ടും നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത്. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി എന്നത് കോലി ബി സഖ്യത്തിന്റെ പുതിയ രൂപമാണെന്നും കോടിയേരി പറഞ്ഞു. എന്തൊക്കെ നുണപ്രചാരണങ്ങൾ നടന്നാലും ജനങ്ങളുടെ കോടതി സത്യസന്ധമായി വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥി പി ജയരാജൻ പറഞ്ഞു. മന്ത്രിമാരായ കെ ശൈലജ, ടി പി രാമകൃഷ്ണൻ, MLA-മാരായ CK നാണു, AN ഷംസീർ, EK വിജയൻ, LDF നേതാക്കളായ MV ശ്രേയംസ്കുമാർ, സത്യൻ മൊഗേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കില്ല. റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP, BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായാണ് നീക്കം. ചില സീറ്റുകളിൽ മഹാസഖ്യത്തിനു വേണ്ടി നീക്കുപോക്കുകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. കോൺഗ്രസുമായി സഖ്യമില്ലെങ്കിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് SP, BSP മഹാസഖ്യം തീരുമാനിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും തീരുമാനത്തിന് പ്രത്യുപകാരം ചെയ്യാൻ കോൺഗ്രസും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആലോചന. മുലായം സിംഗ് യാദവ് മെയിൻപുരിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അഖിലേഷ് യാദവും മായാവതിയും മത്സരിക്കുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അഖിലേഷ് അസംഗഡിലും മായാവതി അംബേദ്കർ നഗറിലോ നാഗിനയിലോ മത്സരിക്കാനാണ് സാധ്യത. 3 നേതാക്കളും മത്സരിക്കുന്ന സീറ്റുകൾ ഏതായാലും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ കോൺഗ്രസുമായി എവിടെയും സഖ്യമില്ലെന്ന് ആവർത്തിച്ച മായാവതിക്ക് വേണ്ടി എന്തിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന കോൺഗ്രസ് വക്താവ് അൻഷു അവസ്ഥി പറഞ്ഞു. UPയിൽ മറ്റ് വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJPയും മഹാസഖ്യവും നേരിട്ടാണ് മത്സരം. ഇതിൽ ചില മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കോൺഗ്രസ് വോട്ടുകൾ നിർണായകമാകും. അത്തരം മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്തിൽ കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നു. ഒരാഴ്ചക്കിടെ BJPയിലെത്തിയത് കോൺഗ്രസിന്റെ 3 MLA-മാർ. ഒരു മാസത്തിനിടെ 4 പേരും. ഇതുവരെ 5 MLA-മാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നു. ഗുജറാത്തിൽ ഇത് കാലുമാറ്റത്തിന്റെ കാലം. അധികാരവും പദവിയും മോഹിച്ച കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJPയിൽ ചേക്കേറുന്നു. മാനവന്തർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച മുതിർന്ന നേതാവ് ജവഹർ ചാവ്ദ 8-ാം തീയതി BJPയിൽ ചേർന്നു. 9-ാം തീയതി ഗുജറാത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അഹിർ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് ചാവ്ദ. അന്നേ ദിവസം തന്നെ ദംഗ്ര MLA പുരുഷോത്തം സബരിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. ഇറിഗേഷൻ അഴിമതി കേസിൽ ഒക്ടോബർ മാസം അറസ്റ്റിലായ സബരിക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജാമ്യം ലഭിച്ചത്. ഇതിനു പിന്നാലെ അദ്ദേഹം BJPയിലെത്തി. ഗുജറാത്തിലെ വിജയ് രൂപാണി സർക്കാർ അഴിമതി കേസ് നിർത്തിവെക്കുകയും ചെയ്തു. OBC വിഭാഗത്തിൽപ്പെട്ട സാത്തുര സമുദായത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ജാംനഗർ റൂറൽ MLA വല്ലഭ് ധാരാവിയ. 3 ദിവസം മുമ്പ് ധാരാവിയയും BJPയിൽ ചേർന്നു. മഹ്സാന ജില്ലയിലെ ഉജ്ഹ മണ്ഡലത്തിലെ കോൺഗ്രസ് MLA ആശാ പട്ടേലും BJP പാളയത്തിലെത്തിയതോടെ ആകെ 5 MLA-മാർ കാവിക്കൊടിക്കീഴിലായി. കൂറുമാറ്റച്ചട്ടം മറികടക്കാൻ നിയമസഭാ സ്ഥാനാർത്ഥിത്വം MLA-മാർ രാജിവെക്കുന്നതോടെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും BJP ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് MLA-മാർ 71 ചുരുങ്ങി. BJPയുടെ വാഗ്ദാനങ്ങൾ തള്ളിക്കളയാൻ MLA-മാർക്ക് കഴിയാത്തത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെയും പരിഭ്രാന്തിയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കം. തിരുനക്കരയിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.